അങ്ങനെ നമ്മളെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നു തുടങ്ങി. അകത്ത് കുറച്ച് 5 മണിക്കൂർ കഴിഞ്ഞ വേഗത്തിൽ. അപ്പൊ കൊച്ചിന്റെ അടുത്ത 2-ാം വയസ്സിൽ മതിയോ? ഇത് ശർക്കരപ്പാനി തിളയ്ക്കും. ശർക്കരപ്പാനിയാണ് ഇത്. ഈ പത പോലെ വരുന്ന ചെളിയാ. ഇത് വട്ടേര വെട്ടി പതയെല്ലാം കളയും. പതയെല്ലാം കളഞ്ഞ് പകുതി വെന്തല്ല 3/4% വെന്ത അരിക്കകത്തോട്ട് വെറുതെ ശർക്കര കലക്കി ഒഴിച്ചേക്കും. അത് ഇതും കൂടെ എടുത്ത് വാങ്ങുന്ന നല്ല പായസം. ഇതിനകത്ത് കിടന്ന അരി വെന്ത വഴറ്റി എടുത്തിട്ട് പായസം വെക്കണം. 3 മണിക്കൂർ എടുക്കും ഒരു അരി പായസം വെക്കണം. പിന്നെ തേങ്ങാപ്പാലല്ല ഫുഡൊക്കെ വന്നു. എന്റെ കുഞ്ഞ് പണി ചെയ്യുന്ന കുഞ്ഞ് കൊടുത്തോ. താഴെ ഇടത്തില്ല ധൈര്യമായിട്ട് വിശ്വസിക്കാം. എനിക്കറിയത്തേ ഇല്ലല്ലോ. അതെ. കണ്ടു. എടാ കഴിഞ്ഞടാ കിടു. കിടു ഇന്ന് എന്തോ കിട്ടു ഇവിടെ പരിപാടി പറഞ്ഞോട്. എന്തിനാ പായസം വെക്കുന്നേ? അല്ല പന്ന ഹെൽമെറ്റ്. എന്തിനാ പായസം വെക്കുന്നേ? ആരുടെ ഹാപ്പി ബർത്ത്ഡേ? ആദുവിന്റെ. അടങ്ങിക്കടാ. പാത്തു ആരുടെ പറഞ്ഞാളാ? പറയായിരുന്നു കണ്ട ഹാപ്പി ബർത്ത്ഡേ. അത് എന്ത് മുടി ഉണ്ടായിരുന്നറിയാം അവന്. അവന്റെ മുടി വെട്ടിയ പിന്നെ പക്ഷെ വളരുന്നില്ല. കണ്ണ് കിട്ടിയ പോലെ പോയി കൊച്ചിനെ. എവിടെ പോവാ കിടൂ നമ്മളിപ്പോ? പുത്തനുടുപ്പ് എടുക്കണം. പിന്നെ ആദൂന് കേക്ക് കണ്ട ഗേറ്റ് തുറക്കുന്ന ആരാന്നറിയാവോ? ഞങ്ങളുടെ കൊച്ച. പിള്ളേര് വളർന്ന ഇങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളയ്യോ കേക്ക് മേടിക്കാൻ പോണേ. ഹെൽമെറ്റ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിച്ച് വെക്കും. എന്തിനു വന്നാന്ന് പറ? ഉടുപ്പ് കേക്ക് കൂടെയാണോ കിട്ടും? ചാടാണ്ട് പറയണ. പുത്തനുടുപ്പ് മേടിക്കുന്ന സന്തോഷം കണ്ട. അപ്പൊ നോക്കട്ടെ. എന്തൊരു സുന്ദരനാ. അങ്ങോട്ട് നീങ്ങി. അയ്യോ ഇത് ഊരിപ്പോ. ഇതൊന്ന് പ്രസ് ചെയ്ത് വെച്ച് മോനെ. അത് ഒരുപാട് ടൈറ്റ് ചെയ്തോണ്ടാണോ? നോക്കട്ടെ. സുന്ദര കുട്ടനായി. നല്ല ഭംഗിയുണ്ടാ. പോവാം. പുത്ത ഉടുപ്പ് കിട്ടിയപ്പോ പോവാം. വാച്ച് കെട്ട്. ഉടുപ്പിന് ചേരുന്ന വാച്ചാന്നല്ലോ. പ്രൊഫസർ ജയന്തി തുടങ്ങിയില്ലേ? എടാ പാൻറ് ഇട്ടാ നീ വലിയ ചെറുക്കനാന്ന് ഓർക്കും. എല്ലാം നമുക്ക് സിനിമയ്ക്കൊക്കെ പോകുമ്പോ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇതുണ്ടോ മറ്റേ തലപ്പരത്ത് തൊപ്പിയിലോടാ സ്റ്റൈലാ. കണ്ണാടി നോക്കി. അപ്പൊ കണ്ണാടി കാണിച്ചു തരട്ടെ. ഇവിടെ കണ്ണാടി ഉണ്ട്. ഈ ചെരുപ്പും കൂടെ ആയപ്പോ അടിപൊളി. നോക്കട്ടെ. അപ്പൊ അവിടെ നിന്നേ കൊഞ്ചല് തുടങ്ങി അവന്. കൊഞ്ചല് നിക്കറിൽ പ്രസ് ചെയ്താ വെക്കുന്നേ. ഇപ്പൊ കിടന്നേനെ കുഴിയില് മലപ്പുറം. ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കണമെന്നാ. ഇത് കുറുകിയായില്ലേ ചേച്ചി? ഇത് കുറുകിയായില്ലേ? ഇത് കുറുകി കഴിഞ്ഞായില്ലേ? അതായത് അതിന് 2 വയസ്സാവും. വെയില് കയറ പാവച്ചൊക്കെ അങ്ങനെയാണ് ഇവരൊക്കെ പരിചയപ്പെടുത്തതേ. പോയി. ഹലോ, ഇത് എന്റെ അമ്മായിപ്പന്റെ അനിയനാണ്. ഹെൽമെറ്റ് എടുക്കട്ടെ. അതെ, ഉപ്പാപ്പന്റെ മോനെ ചിന്ത. ഓ നല്ല പേരാണല്ലോ. ഇതെന്റെ വല്യച്ഛൻ. ഇത് പറഞ്ഞു വരുമ്പോ എന്റെ ഒരു അച്ചാച്ചി കേൾക്കുന്നുണ്ട്. അച്ചാച്ചി ഫേമസ് ആണല്ലോ. ഇത് ഞങ്ങളുടെ സർക്കിള് വല്യച്ഛൻ. അതെ ഞങ്ങളുടെ വല്യച്ഛൻ. എന്റെ അച്ഛന്റെ കൂടെ പഴയ തൊട്ടുള്ള ഒരു കമ്പനിയാണ്. അച്ചാച്ചിയെ ബന്ധം ഒന്ന് പറഞ്ഞു കൊടുത്തേ. അത്രേ ഉള്ളൂ. അവര് ചേട്ടനനിയന്മാരാ. ഇടയ്ക്ക് കാണിക്കത്തില്ല നമ്മളൊരു മുത്തെന്ന് പറഞ്ഞ ഒരാളെയും അവളുടെ മോൾ ആമിയേയും. ആമിയുടെ അപ്പൂപ്പനാ ഇത് കിടൂല്ല അപ്പൂപ്പൻ. ഇത് ശാലി ചേച്ചിയുടെ അമ്മ.
ഹായ് അതെ ഹായ്. മണിയണ്ണൻ്റെ അമ്മായിയമ്മ. ഇത് സുരേഷ് പിള്ളയുടെ കൊച്ചുപോൻ. ഹലോ, നീ ഏതാ ആരുടെ മോനാ? എടാ ആരുടെ മോനാ? ഇങ്ങോട്ട് നോക്കിയേ. അപ്പയുടെ മോനാണോ അച്ഛയുടെ മോനാണോ? എടാ കള്ള, ഇതൊക്കെ എൻ്റെ നെറ്റി കാണുമ്പോഴാ സങ്കടം വരുന്നത്. കുറി തൊട്ട പോലെ ഇരിക്കുന്നത്. അതിതാരാ ഇത്? ഇതാരാ? നിനക്ക് പുത്തനുടുപ്പൊന്നും ഇല്ലയോ? നിനക്കില്ലേ പുത്തനുടുപ്പ്? ദേ പുറത്തോളുകാരൻ്റെ ചേച്ചി മണിയണ്ണൻ്റെ മോള്. എന്താ പറയണ്ട, വെറുതെ അവള് തിരിച്ചു പറയും. ഇത് എന്തെന്ന് നിനക്കെന്താ പതിവിലൊരു സൗന്ദര്യം? കിട്ടിയില്ല. അതെ 3 പ്രാവശ്യം എഴുതി. ജർമ്മനാ ജർമ്മൻ. തോറ്റ് കിടക്കുക. ഇന്നലെ തൊട്ട് പ്ലാൻ എന്താ തിരിച്ചിട്ട് ഇന്നലെ അമ്മൂനെ വിളിച്ചിട്ടുണ്ട്, ദീപിന്റെ പെണ്ണുമ്പളെ വിളിച്ചിട്ടുണ്ട്. അമ്മൂനെ സ്വന്തമായി സൗന്ദര്യം കണ്ട് ആസ്വദിക്കുന്ന. ഇങ്ങോട്ട് തിരി. ആ സുന്ദരിയായി. ഇല്ല കൂടിയിട്ടൊന്നുമില്ല. അത് മോനുണ്ടല്ലോ അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. സ്പൈഡർമാൻ. അത് അതുണ്ട് അല്ലേ കളെ? അതൊന്നും അവന് വേണ്ട. എൻ്റെ പൊന്നുമോൻ നല്ല മോനാ. അപ്പം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്നുമോൻ അലമ്പരുത്, മോനുള്ളത് അപ്പം വൈകിട്ട് മേടിച്ചിരുന്നു. നീ പൊട്ടിച്ചോ? നീയും കൂടെ പൊട്ടിച്ചോ? അവൻ വലിച്ചു വരയ്ക്കാൻ പിടിക്കണം. ഹായ്. ഇതിനൊന്നും പിന്നെ കരയില്ല, അവൻ്റെ അളവല്ലല്ലോ. ഹായ്. ഓടുന്ന റിമോട്ട് വണ്ടി വല്ലതും വന്നാലേ ഞങ്ങൾ അലമ്പത്തള്ളല്ലേ കിടൂ. വേണ്ട, അതിന് മുന്നേ അവനെ ഞാൻ തൊഴിലുറപ്പിന് പോയി. ഈ പോക്കാണെങ്കിൽ അല്ലേ കിടൂ. കഴിഞ്ഞ ദിവസം എന്നോട് പിണങ്ങിയാ ഞാൻ പോവാ. എവിടാ? ഞാൻ തൊഴിലുറപ്പിന് പോവാ. അപ്പല്ലേ എന്നോട് പോകാൻ പറഞ്ഞതെന്ന്. എടാ ആ ചേട്ടനോട് നീ സംസാരിച്ചോ? ചേട്ടൻ്റെ പേരെന്തറിയാമോ? ചിന്ത. ചേട്ടന് ഭയങ്കര ചിന്തയാ, എപ്പോഴും ഇരുന്ന് ആലോചിക്കും. ഈ എല്ലാം ഉപേക്ഷിച്ച് ഉടുപ്പൊക്കെ ഇട്ടൊന്ന് കൂടെ നടന്നാൽ കൊള്ളാമെന്നുണ്ട്. ഇവളൊക്കെ ഉടുപ്പിടിച്ചാലോ? ഉടുപ്പൊക്കെ ഉണ്ട്, പക്ഷെ പാൽ കൊടുക്കാൻ പറ്റൂല. പിന്നെ അതായത് ജാനുവിൻ്റെ കൊച്ചിനെ ആരാ ജാനു മോൻ്റെ കുഞ്ഞെവിടെ? എല്ലാം ഒഴിവാക്കിയിട്ട് വേണം അവൾക്ക് എന്നോടൊന്ന് കറങ്ങാൻ. പാത്തൊരു കുഞ്ഞ്. പാത്തു ആരുടെ കൂടെ കിടക്കുന്നതെന്ന് നോക്കി. പാത്തൂൻ്റെ അടുത്ത് പോയി പാൽ കുടിക്കാൻ കിടക്കുന്നത് ജാനുവിൻ്റെ കൊച്ച്. ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കുക. ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കുക. വീണ്ടും കസേരയും ടേബിളും അടുക്കി. മേളത്തെ ടേബിൾ ഫാൻ വേണം എടുത്തുകൊണ്ട് പുറത്ത് വെക്കാം ചാച്ചി. ഹൈറ്റുള്ള പെഡസ്ട്രിയൻ ഫാന്. ഈ ഹൈറ്റുള്ളേ ചാച്ചി വെച്ചതല്ലേ, കറക്റ്റായിരിക്കുമോ ചാച്ചി? ഒന്ന് കാണിച്ചു തരുമോ? ഇപ്പോൾ വേണ്ട ചേച്ചി, ഇപ്പോൾ വേണ്ട, പിന്നെ കുടിച്ചോളാം. അവിയൽ. ഇത് പപ്പടമായിരിക്കും. ആണോ? അപ്പോൾ ഇതെന്തുവാ? സലാഡ്, അച്ചാറ്, ചോറ്, തോരൻ, ചോറ്, ഫ്രൈഡ് റൈസാ? ചിക്കൻ കറി, പച്ചടി. ബിരിയാണിയാണോ ഫ്രൈഡ് റൈസാണോ ചേച്ചി? സാമ്പാർ, പുളിശ്ശേരി, മീൻകറി ഇവിടെ വെച്ചു കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എണ്ണീപ്പിച്ചതാ. സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം അവൻ്റെ വലിയ വട്ടപ്പൊട്ടിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ചെറിയ വട്ടപ്പൊട്ടാക്കി. ഇല്ല, അവൻ്റെ അമ്മയുടെ കൈയുടെ സൈസ് അവൻ്റെ പൊട്ടിന്. കുഞ്ഞാറും ഇല്ല ഇവിടെ. അപ്പയോട് ഇഷ്ടമുണ്ട്. ഇനി നീ തൂതൂല. ഇഷ്ടമില്ല. ഏതാ ഈ അപ്സരസ്? ഇത് കഴുകി കഴിയുമ്പോൾ ചുരുങ്ങും. എല്ലാവരും വണ്ണക്കൂടലാന്ന് പറയില്ല കേട്ടോ. വണ്ണം കുറച്ചില്ലെന്നും പറഞ്ഞ് ഇവിടെ ദേഷ്യപ്പെട്ടിരിക്കുക. വണ്ണം കുറയ്ക്കാം അമ്മ. വണ്ണം ഇതൊന്നും കഴുകുമ്പോൾ ഒതുങ്ങും അമ്മേ. പിന്നെ അത് ഭയങ്കര ഇറുക്കമായിട്ട് തോന്നും. ഇവിടെ തന്നെയുള്ളൊരു ചേച്ചി ഉണ്ടാക്കിയ കേക്കാട്ടോ. പുള്ളിക്കാരൻ്റെ കേക്കിനൊക്കെ നല്ല ടേസ്റ്റാണ്. അരണി മറ്റേ ഒന്നവിടെ. ഇതാണ് ഈ ചരിഞ്ഞ ഗോപുരം പോലെ നിൽക്കുന്നത്. ദേ ഞങ്ങളുടെ ബർത്ത്ഡേ പോയി. മോനിഞ്ഞു വന്നേ, എൻ്റെ പൊന്നു മോനിഞ്ഞു വാ. ഇല്ല
കരയിക്കണ്ട ഈ സൈഡിൽ നിൽക്കാം. അതും ഇന്ന് വലിയ സെലിബ്രിറ്റി അതിൻ്റെ എന്നാ പറ്റിയാക്കളെ അതിനെ ഉറക്കത്തിൽ നിന്ന് എണ്ണിപ്പിച്ച ഏറ്റവും വലിയ പ്രശ്നമായി. ഉറങ്ങിക്കോ ആരടി തൊട്ട് നീ എനിക്കറിയാം ഇങ്ങനെ നിന്നെ കൊണ്ടേ പറ്റൂ. ഞാൻ തുടച്ചളഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? തൊട്ടാരാ പ്രത്യേക റിക്വസ്റ്റ് കൊടുത്തിട്ടാ പൊട്ടിന്റെ വലിപ്പം കുറപ്പിച്ചേ. അയ്യോ തുറക്കുന്ന ഗേറ്റ് അടയ്ക്കാനോട് പറയണേ. കരയിച്ച് ഇത്രയും പേരുണ്ട്. തലയെല്ലാം എണ്ണീട്ട് 30 ആവുന്നില്ലല്ലോ. എല്ലാ തല എണ്ണീട്ടും വരാനുണ്ടോ? കൊച്ചു റെഡിയാവണ്ടേ? ഹലോ ചീഫ് ഗസ്റ്റ് ആമി ആൻഡ് നമ്മുടെ കൊച്ച് മിന്നു. ഇവള് പിന്നെയും വലുതായോ ആമി? ടേബിള് ഒത്തിരി താന്നു പോയോ? ഇത് എവിടുന്ന് വന്ന? അതിനിടയ്ക്കേതാ ഒരെണ്ണം എക്സ്ട്രാ ഒരെണ്ണം. അവ ആദ്യം കയറി കത്തിയെ പിടിച്ചിട്ടുണ്ട്. അത് മതി. ഊതി കത്തിക്കണമെന്നല്ല, ഊതി കെടുത്തുമല്ലേ, അടുപ്പല്ല. അത് കുഴപ്പമില്ല, അത് സാരമില്ല. പിന്നെ അവൻ എങ്ങനെ ഊതുന്നേ? വലിയ പ്രശ്നത്തിനാണ് ഇവിടെ തീർപ്പായിരിക്കുന്നത്. പാട്ട് പാടേ, ഹാപ്പി ബർത്ത്ഡേ പാടേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കിടു പാട്. അടിപൊളി പാട്ടാ. ആദ്യം ആദുവിന്റെ വലിച്ചിട്ട് വെച്ചോട് ചേച്ചി. ശകേല അവന്റെ വായിൽ വെച്ചോട്. എടാ കേക്കിന്റെ കമ്പനിക്ക് കൊക്കുഞ്ഞു വാ കൊക്കു. അത്രയും വലുത് നീ കൊച്ചിന് കൊടുക്കാൻ എടുത്താണോ? കരയിച്ച് ഇപ്പഴാ പിറന്നാള് പൂർത്തിയായി. പെറുക്കിക്കോ എല്ലാം പെറുക്കി തിന്നോ. അല്ല ഈ കുടുംബത്തിലെ ഒരാളെ കാണാനില്ലല്ലോ. അമ്മേ അണ്ണാണി ലാസ്റ്റ് ഇരുന്നാ മതി. ഇപ്പൊ അമ്മയെ വിളിച്ചോണ്ട് നോക്കി മുന്നിൽ കയറി ഇരിക്കുന്ന കഴിക്കാൻ പിള്ളേരുടെ കൂടെ. എന്തു പോണാണി? 40-40 വയസ്സായില്ലേ അണ്ണാണി? ബാ നമുക്ക് ലാസ്റ്റ് ഇരിക്കാം. വാങ്ങിക്കോട് അവിടെ ഇരുന്നു. ആ കേക്ക് പിള്ളേർക്ക് കേക്ക് എടുത്തോട്. അത് തന്നെ. എല്ലാരും ഉണ്ടോ? ഈ തൂണാരാ ഇവിടെ കൊണ്ടുവച്ചേ? അവര് വരട്ടെ. കണ്ടോ നല്ല ബന്ധുവലുള്ള കൊച്ച. പ്ലേറ്റ് വേണോ അണ്ണാ മുറിച്ച് കൊടുക്കാൻ? ഒരു കാര്യം ചെയ്യും, ചേച്ചി മുറിച്ചു കൊടുക്കും. കൊച്ചിനെ അങ്ങോട്ട് മണ്ണെണ്ണ ഏൽപ്പിച്ച ശരിയാവും തോന്നില്ല കേട്ടോ. അവനെ ഉറക്കത്തിൽ നിന്ന് ഉണത്തി ഉടുപ്പിടിച്ചതാ. അത് ഉറങ്ങിയാ മതിയായിരുന്നു. അണ്ണാണിക്കായിരുന്ന കൊച്ചിനെ ഉണത്താഞ്ഞിട്ട് നിർബന്ധം. കൊച്ചിനെട് കരച്ചിൽ നിർത്ത്. അമ്മ എന്താ അണ്ണാന്റെ കൂടെ? അമ്മ ഇവനെ കൂടെ. അതെ സ്വന്തം പ്രോഡക്റ്റിനെ ഒന്ന് മുഖം ഒന്ന് കഴിച്ചോട്ടെ. ഇല്ല ഈ കൈവച്ചിപ്പ അതിനകത്ത് കേക്ക് സ്വാഭാവികം. ആയി നല്ല മുഖം. എന്ത് അവയോ പ്ലേറ്റ് വരും. അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ മണ്ണെണ്ണ ഏറ്റ ശരിയാവൂല. അതിനെ നശിപ്പിച്ചതിനെ അണ്ണാണിക്കാലും കമ്പനിക്ക് ഇപ്പൊ 3 പിള്ളേരായിട്ടുണ്ട്. അണ്ണാണ്ട തരക്കാര്. അല്ല ആമി വന്നാ പിന്നെ ദേവന് കുറച്ച് റെസ്റ്റ് കാണും. ഇനി കുറച്ചു നേരം അത് ആമിയോടായിരിക്കും. ഇതെന്തോ ഇത് തോരനോ? മണിയെണ്ണ മുറിച്ച കേക്ക് കണ്ടോ? നമ്മള് ഡയലോഗേ ഉള്ളൂ.
ആദ്യമേ ഇതിനെ നടുക ഇങ്ങനെ 3-4ആയിട്ട് മുറിക്കും. മണിയണ്ണ ഇതിനെ 4-5 ഇതായിട്ട്. അവനത് റബ്ബറാണ്, അത് തിന്നുന്ന സാധനമല്ല. ആണോ തിന്നുന്ന മുത്തോ? അത് റബ്ബറാ. റബ്ബറാ കുഞ്ഞ്. ഒന്ന് കടിച്ചു വയ്ക്കാനാണെങ്കിൽ ചിലപ്പോ കൊള്ളാവുന്നതാണെങ്കിലോ. കേക്കാ അത് തിന്നു വയ്ക്കുക. വലിയ നിന്നില്ല അപ്പുറം അപ്പുറല്ല. അച്ചാച്ചിക്ക് കോസ്റ്റ്യൂം ചേരുന്നുണ്ട്, അത് മതി. കൊടുക്കണ്ട നാണിക്ക് കൊടുക്കണ്ട. എടാ അച്ഛനെ വാ കുത്തി പിടിക്കണം, അച്ഛക്ക് കൊടുക്കണ്ട നമുക്ക്. അച്ഛന് മോനോടെ തിന്നു കൊടുത്തണം. ഇന്ന് നല്ലതാ, ജലദോഷമൊക്കെ ഉണ്ട്, പിന്നെ കേക്കൊക്കെ തിന്നാ നല്ലതാ. തണുപ്പ്. എടാ അവിടുന്ന് മാറി നിന്നോ, ബാക്കി നിനക്ക് തരുവടാ. യൂട്യൂബിൽ പലതരം പിറന്നാൾ ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. ഒറിജിനൽ പിറന്നാളാ. തിന്നടാ അവനെ കൊണ്ട് പറ്റാത്തതിന് അവനെ ഏൽപ്പിക്കും ഓരോരുത്തരെ. ഞാൻ പോട്ടെന്നാ എൻ്റെ ചെറിയ പിള്ളേർക്കെല്ലാം ശാലം കൊടുക്കട്ടെ. അല്ല കഷ്ടപ്പെട്ട് ഉടുപ്പൊക്കെ ഇട്ടിട്ട് എന്നെ മാത്രം വീഡിയോയിലില്ല, ഞാൻ സ്വന്തമായിട്ട് അങ്ങ് എടുക്കാം. വേണ്ട ഇനി വേണ്ട, ഇത്ര മതി. തുല്യമ്മയ്ക്ക് കൂട്ടുണ്ട് മിന്നു. ദേവു ഇരുന്നോ? ദേവു പള്ളി മറിക്കുക. കിടു ഏത് കൈ കൊണ്ടാ കഴിക്കുന്നേ? അത് വാച്ച് കെട്ടിയ കൈ അല്ലയോ? കഴിച്ച് തീരുന്നവരെ അങ്ങനെ ആയിരിക്കണേ. ഭക്ഷണം കഴിക്കുന്ന ഞങ്ങൾ വായി നോക്കൂല, ഞങ്ങൾ തിരിഞ്ഞേ കിടക്കുന്നുള്ള ആ ഒരു മെന്റാലിറ്റി. കഴിച്ചോ? കിട്ടും എങ്ങനെ ഉണ്ട്? കഴിച്ചോ? കഴിക്കുന്ന സലാഡ് കിട്ടാതെ കഴിക്കൂല. എന്തോ എങ്ങനെയുണ്ട് കിടു? Ready, 1, 2, 3. നിന്റെ കൈ ഇരിക്കണ്ടേ? അല്ലെ അപ്പുറത്തെ കൈയിലോട്ട് പോകുന്നുണ്ടോ നിന്റെ കൈ? ആദിത്തമ്പുരാനേ രാവിലെ നല്ല മൂഡിൽ ചിരിയും കളിയൊക്കെ. എനിക്ക് 2-3 മുന്നേറ്റ സംഭവമായിരുന്നു. ഉറക്കത്തിൽ നന്ദിച്ച പാട്ട് കളി കുഞ്ഞുങ്ങള്. ഇങ്ങോട്ട് നോക്കടാ. അയ്യോ അത് നോക്ക്, ഇങ്ങോട്ടേക്ക്. അത് നീ കേൾക്കുന്നുണ്ടോ? ഇവിടെ തിയേറ്റർ ഉദ്ഘാടനോ? ഒരു ടിക്കറ്റ് 150 രൂപ. ഒരു മിനിറ്റ്. ഇത് ഒരുപാട് ജോലി ചെയ്യുന്ന കൊച്ചാവള്. അല്ലടി ഒരു ടിക്കറ്റ് 150 രൂപ. ആമയ്ക്ക് തന്നെ സുഖത്തോട്ട് പോയി കാണാം. ആമ പറയാൻ എന്തറിയോ? ഇവിടുന്ന് പോകുമ്പോ മാമന് സുഖത്തോടെ പോകുന്ന ഫുൾ ടാങ്ക് പെട്രോള്. അവിടുന്ന് ഒരു ഷാർജ കേറി കഴിയുമ്പോ അവിടുന്ന് പോത്തോണ ചായ. ഇറങ്ങി കഴിയുമ്പോ ഒരു ബിരിയാണി. സിനിമയ്ക്ക് കൊണ്ടുവന്നേനാ ടിപ്പ് തന്നോ? 170. നീ നിന്റെ മാമനോട് അങ്ങനെ പോകും. 2000 രൂപ ആമി വീശുന്നേ. നിനക്കറിയാം 2000 ഒരു പടത്തിന്റെ ചെലവ്. ആമി അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ആമയ്ക്ക് തന്നെ പോകാൻ പറ്റും. എനിക്ക് സിനിമ കാണണ്ടല്ലേ ആമി? അമ്മയോട് പറഞ്ഞു ദീപാമനെ കൊണ്ട് 2000 രൂപ വീശാൻ ചോദിച്ചോട്ടെ.
ഒരിക്കലും കിട്ടുമോ? ഇതൊരു മാമനെ ഒക്കെ കിട്ടും. ഇത് ശരിയായോ? പാല് കുടിച്ച് ചാർജ് ചെയ്തവൻ. ആ അത് ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ. പായസം കുടിച്ചു കഴിഞ്ഞോടാ? അത് ആ നിന്നോളൂ നിന്നോളൂ. ആ ആ നീ പറയും, നീ നിനക്കെന്താ പറയാനുള്ളേ? പാത്തുവിനെ നോക്കിയേ, പാത്തു കുഞ്ഞുങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കിടക്കുക, എങ്ങും പോയിട്ടില്ല. പാത്തു അടുത്ത ട്രിപ്പ് ആൾക്കാർ വന്നു, പക്ഷെ ഞാൻ അറിയാൻ വൈകിപ്പോയി. ഈ മോനെ ഈ അറ്റം ഉണ്ട്, ഇതല്ല അകം ഇതാ, ഈ സൈഡിലെ ഇല വരണ്ടേ, ഇങ്ങനെ ഈ അറ്റം ഉണ്ടല്ലോ ഇവിടെ വരണം. ഇടതും വലതും അറിയില്ല. ആ എൻ്റെ പപ്പടം പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കൂടെ. കാരണം എൻ്റെ കുഞ്ഞിനെല്ലാം അറിയാം. ആ ഏത് സൈഡിൽ വെക്കുന്ന കൈയുടെ വാക്കിനാണ് വെക്കുന്നത്. ചെറിയ സ്പൂൺ എടുത്ത് കുറച്ച് വീഴാൻ വേണ്ടിയിട്ടാ. അതിനകത്ത് അവർ അവിടുന്ന് വന്നു. ആ മതി ഇവിടെ മീൻകറി. ഓ അതിനിടയ്ക്ക് ആ നക്കി നോക്കിയോ തിരിച്ചല്ലേ ഇതിനകത്ത്. ഇങ്ങനെയാണോ വിളമ്പുകാരൊക്കെ ചെയ്യുന്നത്? നിന്നെ കേറ്ററിങ്ങിന് വിട്ടാൽ നീ അവിടെ നിന്നെല്ലാം തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. നക്കിക്കോ കൈ കൊണ്ട് കഴുകുടുപ്പല്ലേ. മീൻകറി കൊടുക്ക. അടിപൊളി നല്ലത്. അതിങ്ങോട്ടോക്ക് സദ്യ ഉണ്ടെന്ന തിരക്കിലാണ്. എടാ നീ കൊച്ചിൻ്റെ ആരായിട്ട് വരും? ചേട്ടനോ? കൊച്ചിൻ കഴിച്ചോ നല്ലതാ. കൈ കഴുകുന്നു, കഴിക്കുന്നു. ഒന്നും വിളിച്ചടാ. അപ്പോൾ ആ കൊച്ചിനൊന്ന് വയറ് നിറഞ്ഞു. ഇലകളെ വെള്ള ആ നീ തന്നെ കുടിച്ചോ. കൈ കഴിയ കൊച്ചു കൈ കഴിയ. മറ്റേ ഈ കൈ കഴിയോ? കഴിഞ്ഞില്ലെന്ന് മനസ്സിലായില്ലേ? കഴിച്ചു കഴിഞ്ഞില്ലാന്ന്. സോറി, അവനതാ ഇഷ്ടപ്പെട്ട. കൊച്ചു കഴിച്ചു കഴിഞ്ഞില്ലടി. എന്നാ എൻ്റെ ക്ലാസ് പിടിച്ചു. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞു പോവാണ്. അതേ ഇല്ല, 2 എണ്ണം പിഴുതു കൊടുത്തൂടെ ചേച്ചി? എല്ലാവരും പിന്നെ ആരെങ്കിലും വരാനുണ്ടോ അണ്ണാ? ആ ഇത് മതിയോ? കുറച്ചുകൂടെ എടുത്ത് കൊടുത്തൂട്. ആണോ? കൊച്ചിനെ കൊണ്ടുപോകണോ? ഹലോ. ആ നിങ്ങളിമ്മയൊരു ചേർച്ചയൊക്കെ ഉണ്ട്. ഇതെൻ്റെ ജാനുവിൻ്റെ കുഞ്ഞാ. പുറത്തേന്നിറങ്ങാൻ കാണിച്ചമ്മേ. പുറം നോക്കി ശകലം ജാനുവിൻ്റെ നിറവായി വരുന്നുണ്ട്. ജാനുവിൻ്റെ മോളേ. കോക്കോടെ മോളുടെ വീഡിയോ എടുക്കാതെ കോക്കോടെ മോളെ പാത്തു എടുത്ത് വെച്ചേക്കുവാ. കോക്കോടെ മോളെ. പൈപ്പ് തുറന്നു കൊടുത്തപ്പോൾ അവൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു. ആ മുട്ടയ്ക്ക് വെള്ളമാണ് വേണ്ടേ. ഇടി മുഴങ്ങുന്നു. ഇവിടെ അൺബോക്സിങ്ങാ അവൻ്റെ ഉടുപ്പുകൾ. അതെ ഒരേപോലത്തെ 2 ഉടുപ്പ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ.